ഹോസ്റ്റലിൽ വെച്ച് നമുക്കൊരു മെസ്സേജ് വരികയാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്. അത് നമ്മുടെ റൂംമേറ്റ് ആയിരുന്നു. ആ റൂംമേറ്റ് പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്നും അർജൻറ്റായിട്ട് ഒരു കോൾ വന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്, നീ ഏതായാലും തനിച്ചല്ലേ ഹോസ്റ്റലിൽ, സൂക്ഷിച്ച് നിൽക്കണമെന്ന്. ആ മെസ്സേജ് വന്ന ആ സമയത്ത് പെട്ടെന്നൊന്ന് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആ റൂംമേറ്റ് പുതച്ച് മൂടിക്കിടക്കുന്നുണ്ട്. എന്നാൽ ആരാണ് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ആരാണ് എൻ്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നത് എന്ന ആ ഒരു സംശയത്തിലുപരി നിൽക്കുന്ന ആ ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നമ്മൾ ആ സമയത്ത് കടന്നു പോകുന്നത്. ഇത് ഹോസ്റ്റലിലെ 402-ാം റൂമിൻ്റെ ഒരു ഭയാനകമായ കഥയാണ്. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് നമുക്കൊരു കഥ പറഞ്ഞു തരും. ഒന്നെങ്കിൽ ആ ഹോസ്റ്റലിനെ കുറിച്ചുള്ള എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള പ്രേതകഥകൾ, അല്ലെങ്കിലോ അവിടെ ഉണ്ടാകുന്ന ചില പ്രത്യേക വസ്തുക്കളിലോ അല്ലെങ്കിൽ ചില റൂമുകളെ കുറിച്ചുള്ള കഥകൾ. പ്രത്യേകിച്ച് ഈ പഴകിയ ഹോസ്റ്റലുകളിൽ ഏതെങ്കിലും മുറികൾ പൂട്ടിയിടുകയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അത് തുറക്കാതെ ഇരിക്കുകയോ ചെയ്താൽ ആ റൂമിന് പുറകിൽ വരെ ഒരു വലിയ കഥ അവിടെ പ്രചരിപ്പിക്കാം. ജൂനിയേഴ്സായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സ് നമുക്ക് ആദ്യം കൈമാറി വരുന്ന ഒന്നായിരുന്നു ഇതുപോലെയുള്ള കെട്ടുകഥകൾ. എന്നാൽ ഇതൊക്കെ കെട്ടുകഥകളാണോ എന്ന് എഴുതി തള്ളാൻ വരട്ടെ. ഈ കഥകൾക്കൊക്കെ പിന്നിൽ ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ നമ്മളും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു കോളേജ് ഹോസ്റ്റലിനെ കഥയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 2018 ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലൊരു പ്രളയം വന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നമുക്കൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു വലിയ പ്രളയമായിരുന്നു 2018 ആ വലിയ പ്രളയം. ആ പ്രളയത്തിൽ ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിശക്തമായിട്ട് പെയ്യുന്ന ആ മഴയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ റോണിക്ക് കഴിഞ്ഞില്ല. കാരണം ആ പ്രളയത്തിന് മുന്നേ ക്ലാസ്സിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പുകളിൽ അവർക്ക് ലഭിച്ച പ്രൊജക്റ്റ് അത്രയും കാഠിന്യമായിരുന്നു. പ്രളയം വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയിരുന്നു. എന്നാൽ പ്രളയമൊക്കെ കഴിഞ്ഞ് കോളേജ് വീണ്ടും റീഓപ്പൺ ആവുന്ന സമയത്ത് അവർക്ക് നിർബന്ധമായിട്ടും ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അന്ന് കോളേജ് ഗ്രൂപ്പിലെ 2 പേരെ വെച്ചിട്ടായിരുന്നു അവർ ഗ്രൂപ്പ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ അന്ന് ക്ലാസ്സിൽ ഗ്രൂപ്പ് തിരിച്ചപ്പോൾ അവർക്ക് 2 പേർക്കും പേരായിട്ട് ലഭിച്ചിരുന്നത് റോണിക്ക് അബിയെയും അബിക്ക് റോണിയെയുമായിരുന്നു. എന്നാൽ റോണി ഹോസ്റ്റലറായിരുന്നു, അബി ആ കോളേജിന് അടുത്ത് തന്നെയുള്ള ഒരു ഡേ സ്കോളറുമായിരുന്നു. എന്നാൽ അവർക്ക് ഡിസ്കഷന് അവർക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നില്ല. കാരണം 2 പേരും ഹോസ്റ്റലിൽ അല്ലാത്തത് കൊണ്ട്, ഒരാൾ വീട്ടിൽ നിന്നും പോയി വരികയും മറ്റൊരാൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതും കാരണം കൊണ്ട് അവർക്ക് എപ്പോഴും അങ്ങനെ സമയമൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിൽ പോലും കോളേജിൽ എത്തുന്ന സമയത്ത് അവർ മാക്സിമം സമയം ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുമായിരുന്നു. ആ സമയത്താണ് അതിശക്തമായിട്ടുള്ള മഴക്കാലം ആരംഭിച്ചത്. ഏകദേശം അതൊരു ഓണക്കാലമായിരുന്നു. അങ്ങനെ കോളേജ് ഓണാവധിക്ക് അടച്ചിടുകയും ചെയ്തു. ആ സമയത്ത് അബി റോണിയോട് പറഞ്ഞു, ഒന്നെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് പോരെ, അവിടെ വെച്ച് നമുക്ക് ഈ പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന്. എന്നാൽ റോണി വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് അബിയുടെ ആ ഒരു ഓഫർ തീർത്തും നിഷേധിച്ചിരുന്നു റോണി. ആ സമയത്ത് റോണി പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നീ വെക്കേഷൻ സമയത്ത് ഹോസ്റ്റലിലേക്ക് വാ, അവിടെ പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവരും വെക്കേഷനിൽ പോകുമായിരിക്കും, ഞാൻ മാത്രം ഇവിടെ നിന്നാൽ നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ആ സമയത്ത് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് റോണി ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് അനുവാദം വാങ്ങിച്ചു. പക്ഷേ ആ സമയത്ത് അവനവിടെ മെസ്സൊക്കെ അടച്ചതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അബിയായിരുന്നു അവന് 3 നേരവും ഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുകൊടുത്തിരുന്നത്. അവരുടെ ഡിസ്കഷനായിട്ട് അങ്ങനെ അവർ ഏകദേശം 2-3 ദിവസങ്ങൾ ആ ഹോസ്റ്റലിൽ തന്നെ കഴിയുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് പെട്ടെന്നാണ് അബിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് നല്ല സുഖമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വെള്ളമൊക്കെ കയറിയത് കൊണ്ട് ഞാൻ അമ്മയെ അബിയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റുകയാണ് എന്ന ഒരു
കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അബിക്കെന്ന് കോൾ വന്നത്. ഏതായാലും നീ സേഫായിട്ട് ഇരിക്കുക എന്ന് വീട്ടുകാർ അബിയോട് പറഞ്ഞു. ആ സമയത്ത് റോണി മൊബൈൽ ഫോണിൽ ഈ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ ഭയം തന്നെയായിരുന്നു അവർക്ക്. പല ഭാഗത്തും വെള്ളം മൂടുകയും പലരും കാണാതാവുകയും ഒക്കെ ചെയ്ത വാർത്തകളായിരുന്നു അന്ന് ന്യൂസ് ചാനലുകളിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഏകദേശം 3-4 ദിവസം ആ ഹോസ്റ്റലിൽ ചിലവഴിച്ചു. റോണിയോടൊപ്പം അബിയും അവിടെ തന്നെ താമസം തുടങ്ങി. അങ്ങനെ അവരുടെ പ്രൊജക്റ്റ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകുന്ന ആ ഒരു ദിവസം അബി റോണിയോട് ചോദിച്ചു, ഇന്നിനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന്. ആ സമയത്ത് റോണി പറഞ്ഞു, ഇന്നും കൂടി നിൽക്ക്, നാളെ നിനക്ക് പോകാം, നാളെ ഈ പ്രൊജക്റ്റ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാനും വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് അബിയും സമ്മതം നൽകി. അങ്ങനെ റോണിയുടെ കൂടെ അന്നൊരു രാത്രി കൂടി താമസിക്കാമെന്ന് അബി കരുതി. എന്നാൽ അന്ന് കുറേ സമയം പ്രൊജക്റ്റിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതുകൊണ്ട് അബിക്ക് നല്ല തലവേദനയായിരുന്നു. അബി റോണിയോട് പറഞ്ഞു, ഇന്ന് കുറച്ച് നേരത്തെ കിടക്കണം, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് മുന്നേ നമുക്ക് ഇവിടെ നിന്നും സ്ഥലം വിടാം എന്നും പറയുകയുണ്ടായി. അവർക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അബിക്കും റോണിക്കും ആ ഹോസ്റ്റലിലെ 402-ാമത്തെ റൂമിനെ കുറിച്ച് അറിയുമായിരുന്നു. അതിനിടയിൽ റോണി അബിയോട് പറഞ്ഞു, അബി നീ കേട്ടിട്ടില്ലേ 402-ാം മുറിയിലെ എന്തോ ഒരു ആത്മാവുണ്ടെന്ന് പറയുന്ന ആ ഒരു ന്യൂസ്? നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് 3 ദിവസം ഇവിടെ താമസിച്ചു, പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ പ്രേതമുണ്ടെങ്കിൽ അങ്ങനെയൊരു സംഭവത്തെ പോലും നമ്മളെ മുന്നിൽ കണ്ടില്ലല്ലോ എന്ന് അബിയോട് റോണി ചോദിച്ചു. അബിയും അതെ, അത് ശരിയാണ്, പക്ഷേ 402-ാമത്തെ മുറി ഏകദേശം കോളേജിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ, നമ്മുടെ സീനിയേഴ്സൊക്കെ വരുന്നതിന് മുന്നേ അത് അടച്ചിട്ടതാണ്. കോളേജ് ഹോസ്റ്റലിലെ അധികൃതർ പോലും അങ്ങോട്ടേക്ക് പോകരുതെന്ന് വിലക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടാവുമായിരിക്കാം. ഏതായാലും അങ്ങോട്ടേക്കൊന്നും പോകാൻ നിൽക്കണ്ട, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് അബി റോണിയോട് പറഞ്ഞു. ശരി, ഞാൻ കിടക്കട്ടെ, ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാമെന്ന ആ ലാസ്റ്റ് ഡയലോഗോട് കൂടിയിട്ട് അബി ഉറക്കത്തിലേക്ക് വീണു. കട്ടിൽ അടുപ്പിച്ചിട്ടിട്ടായിരുന്നു രണ്ടുപേരും ഉറങ്ങാൻ കിടന്നിരുന്നത്. അബി ഉറങ്ങിയതിന് ശേഷം കുറച്ച് സമയം റോണി മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ട് റോണിയും കരുതി, ശരി ഇനി ഞാനും ഉറങ്ങിയേക്കാം, അല്ലെങ്കിൽ വെറുതെ ബോറടിച്ച് ചത്തുപോകും എന്ന് കരുതിയിട്ട് അവനും ഉറങ്ങാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവിടെ വെച്ചിട്ടാണ് അവർക്ക് വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ ചുറ്റും അരങ്ങേറുന്നത്. പെട്ടെന്നാണ് ഒരു ചെറിയ ഉറക്കത്തിലേക്ക് വഴുതി വീണ റോണി പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. ആ ഞെട്ടി ഉണർന്ന സമയത്ത് റോണിക്ക് വല്ലാതെ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കാനായിട്ട് കുപ്പിക്കരികിൽ പോയ സമയത്ത് കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവൻ താഴേക്ക് പോയിട്ട് വെള്ളം നിറച്ചു കൊണ്ടുവരാമെന്ന് കരുതി താഴേക്ക് പോവാനായിട്ട് ഒരുങ്ങി. ആ സമയത്താണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള മഴയോട് കൂടിയിട്ട് അവരുടെ ഹോസ്റ്റലിലെ പവർ ഓഫ് ആകുന്നത്. ഒരുപാട് സമയം കാത്തിരുന്നിട്ടും പവർ അവിടെ വന്നതേയില്ല. KCBയിലേക്ക് ഫോൺ ചെയ്ത സമയത്ത് പറഞ്ഞു, എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്, ട്രാൻസ്ഫോമറൊക്കെ ഓഫ് ചെയ്തിട്ടതാണ്, ഇന്നെന്തായാലും കറണ്ട് വരില്ല, നാളെ എല്ലാം ഒന്ന് ഓക്കെ ആണെങ്കിൽ കറണ്ട് വരുമെന്ന ആ ഒരു റിപ്ലൈ ആണ് KCBയിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ റോണി താഴേക്ക് വെള്ളം എടുക്കാനായിട്ട് പോയി. അവിടെ ആയിരുന്നു കൂളർ, അതുപോലെ ആ കോളേജ് ഹോസ്റ്റലിലേക്ക് സ്റ്റുഡൻസിന് വെള്ളം എടുക്കാനുണ്ടായിരുന്ന വാട്ടർ പ്യൂരിഫയർ വെച്ചിരുന്നത്. അങ്ങനെ റോണി ഓരോ സ്റ്റെപ്പുകളും ഇറങ്ങി താഴേക്കെത്തി. എന്നാൽ താഴേക്ക് എത്തിയ സമയത്ത് പെട്ടെന്നാണ് അവിടെ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി പോകുന്നത് പോലെ അവന് തോന്നിയത്. എന്നാൽ പവർ ഓൾറെഡി പോയതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ലൈറ്റ്സ് മിന്നി മിന്നി കത്തുന്നത് എന്ന ഒരു ചിന്ത അവനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ അവൻ നടക്കുന്ന ഓരോ ഭാഗത്തും ലൈറ്റ് ആദ്യം ഓണാകുന്നു, പിന്നെ അത് ഓഫാവുന്നു, അതുപോലെ പിന്നെയും ഓണാവുന്നു, പിന്നെയും അത് ഓഫാവുന്നു. അങ്ങനെ അവൻ്റെ പിന്നിൽ അവനെ ആരോ പിന്തുടരുന്നത് പോലെ. അങ്ങനെ അവൻ വെള്ളമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വീണ്ടും സ്റ്റെയർ കേസ് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്നാണ് അവൻ്റെ കാലിൽ ആരോ അതിശക്തമായിട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ അവന് തോന്നിയത്. ഉടനെ തന്നെ ഞെട്ടിതിരിഞ്ഞ് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ വലത്തെ കാല് ഒരടി പോലും മുന്നിലേക്ക് വയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അത് ആരോ അതിശക്തമായിട്ട് പിടിച്ചു വെച്ചതുപോലെയുള്ള ഒരു തോന്നലായിരുന്നു റോണിക്ക്
ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മാത്രം റോണിക്ക് മനസ്സിലായില്ല. ആ സമയത്ത് പേടി തോന്നിയ റോണി അതിശക്തമായിട്ട് തൻ്റെ കാലൊന്ന് വലിച്ചു നോക്കി. ആ സമയത്ത് അവൻ ആ കാല് എടുക്കാനായി സാധിച്ചു. പിന്നീട് അവൻ അവിടെ അധിക സമയം നിൽക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അവൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിലുള്ള ഭയമായിരുന്നു. അങ്ങനെ അവൻ ഓരോ സ്റ്റെയർ കേസും കയറുന്ന സമയത്ത് ആ ഭാഗത്തെ ടെമ്പറേച്ചർ അതികഠിനമായ തണുപ്പിലേക്ക് മാറിക്കൊണ്ടിരുന്നു. കുറേ ദൂരം കയറി ചെല്ലുന്ന സമയത്ത് അവൻ വിടുന്ന ശ്വാസം പോലും മഞ്ഞിൽ നമ്മളൊക്കെ ശ്വാസം വിടുന്നത് പോലെ ഒരു പുക പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. കുറേ കൂടി മുകളിലേക്ക് എത്തിയ സമയത്ത് അവന് ആ തണുപ്പ് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴും റോണി ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ്, ഇത്രയും തണുപ്പ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക എന്ന ഒരു ചിന്തയിലൂടെ അവൻ പേടിച്ച് ആ ഓരോ സ്റ്റെപ്പുകളും കയറാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ ഫ്ലോറിലേക്ക് എത്താൻ ഇനിയും 2 നിലകൾ ബാക്കിയുണ്ടാകുമ്പോഴും അവൻ കയറുന്ന ഓരോ ഭാഗത്തും അതികഠിനമായ ഒരു വല്ലാത്ത തരം തണുപ്പ് അവൻ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. 3ാമത്തെ ഫ്ലോറിലേക്ക് എത്തുന്ന ആ സമയത്താണ് പെട്ടെന്ന് ആ തണുപ്പിൻ്റെ കൂടെ ഒരു വല്ലാത്ത ഒരു ദുർഗന്ധം അവിടെ വമിക്കാനായി തുടങ്ങിയത്. അത് ഒരു ശവമൊക്കെ ചീഞ്ഞു നാറിയാൽ എങ്ങനെയുണ്ടാകും അതുപോലെയുള്ള ഒരു വല്ലാത്ത ദുർഗന്ധം. മൂക്ക് പൊത്താതിരിക്കാൻ റോണിക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് അവൻ വീണ്ടും 3ാം നിലയിൽ നിന്ന് 4ാം നിലയിലേക്ക് കയറാൻ ഒരുങ്ങുന്ന ആ സമയത്താണ് പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ആരോ കമ്പ്യൂട്ടറിൽ കീബോർഡ് ടൈപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഇങ്ങനെ എക്കോ ആയിട്ട് കേൾക്കാൻ തുടങ്ങിയത്. കാരണം കോളേജ് ഹോസ്റ്റലിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓരോ ശബ്ദവും അവർക്ക് വലിയ ശബ്ദമായിട്ട് തോന്നാം. ഈവൻ ഒരു മൊട്ടുസൂചി താഴേക്ക് വീണാൽ പോലും ആ ശബ്ദം 10 മടങ്ങ് ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായി സാധിക്കാറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു റോണി ആ 3rd ഫ്ലോറിൽ എത്തിയ സമയത്ത് മുറിയിൽ നിന്നും ആരോ കീബോർഡ് അതിശക്തമായിട്ട് ടൈപ്പ് ചെയ്യുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവിടെ ആരാണ് ഇങ്ങനെയൊരു ശബ്ദം ഉണ്ടാക്കാനെന്ന് കരുതി അവൻ 4ാമത്തെ നിലയിലേക്ക് പോകാനൊരുങ്ങുന്ന സമയത്ത് അവന് തോന്നുകയാണ്, എന്നാൽ ഇവിടെ ആരോ ഉണ്ട്, അതൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് അവൻ വീണ്ടും ആ 3ാമത്തെ ഫ്ലോറിലേക്ക് തന്നെ സ്റ്റെയർ കേസ് കയറിയത് വീണ്ടും തിരിച്ചിറങ്ങി. എന്നിട്ട് അവൻ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നടക്കാനായി തീരുമാനിച്ചു. ഏകദേശം 401, 402 റൂമുകളുടെ മുന്നിലൂടെ അവൻ നടന്നു. അങ്ങനെയാണ് ഒടുവിൽ മുറിക്ക് മുന്നിലെത്തിയത്. ആ മുറി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഇരുമ്പ് പൂട്ടുകൊണ്ട് അടച്ചു പൂട്ടിയതാണ്. അതിന് കുറുകെയായിട്ട് മരങ്ങൾ കൊണ്ട് ആണി അടിച്ചു വെച്ചിരുന്നു. എന്നിട്ട് കൂടി ഈ ശബ്ദം വരുന്നത് മുറിയിലാണെന്ന് അവന് മനസ്സിലായി. ആ സമയത്ത് അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ്റെ മരണം ദുരൂഹ മരണമാണെന്നും ചിലർ പറയുന്നുണ്ട്. അവനെ ആരോ ഉപദ്രവിച്ച് കൊല ചെയ്തതാണെന്നും അങ്ങനെയുള്ള ഒരുപാട് കഥകൾ ആ കോളേജ് ക്യാമ്പസിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഈ കോളേജിലെ അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ തന്നെ ആർക്കും അറിയുമായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ആ കോളേജ് ഹോസ്റ്റലിൽ വിഷ്ണുവിൻ്റെ പ്രേതാത്മാവിനെ കണ്ടതിനെ തുടർന്ന് ആ കോളേജ് ഹോസ്റ്റൽ അധികൃതർ തന്നെ ആ റൂം പൂട്ടിയിടുകയായിരുന്നു. ആ റൂം താമസിക്കാനായി കൊടുത്ത ആരും തന്നെ പിന്നീട് ആ റൂമിൽ മനസ്സമാധാനമായിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ട് പിന്നീട് ഒരു വിദ്യാർത്ഥികൾക്കും ആ മുറി താമസിക്കാനായിട്ട് നൽകിയിരുന്നില്ല. റോണിക്ക് ഈ കഥകളൊക്കെ അറിയാമായിരുന്നിട്ടും റോണി മുറിക്ക് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ റോണിക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് റോണി ആ റൂം തുറക്കാനൊന്നും പോയില്ല. അവൻ തിരികെ റൂമിലേക്ക് തന്നെ, അവൻ്റെ സ്വന്തം മുറിയിലേക്ക് തന്നെ നടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. വളരെ ഉച്ചത്തിലുള്ള ഒരു അട്ടഹാസം. അതിനു പുറമെയായിട്ട് ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറയുന്നു. ഇന്ന് രാത്രി എനിക്ക് കൂട്ടായിട്ട് ഒരാളെ കൂടി ലഭിച്ചു. ഇന്ന് രാത്രി എനിക്ക് കൂട്ടായിട്ട് ഒരാളെ കൂടി ലഭിച്ചു. ഇന്ന് രാത്രി എനിക്ക് കൂട്ടായിട്ട് ഒരാളെ കൂടി ലഭിച്ചു. അങ്ങനെ 3 തവണ ആ റൂമിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നു. ഈ ശബ്ദം കേട്ട് പതുക്കെ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ 204ാമത്തെ മുറിയുടെ ആ ഇരുമ്പ് പൂട്ട് താനെ തകർന്ന് നിലത്ത് വീഴുന്നു. വാതിൽ വിടവുകൾ പതുക്കെ തുറക്കാനായിട്ട് ആരംഭിക്കുന്നു. അവിടെ നിന്നും ഏതോ ഒരു അദൃശ്യ ശക്തി
റോണിയെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ അവന് തോന്നി. അങ്ങനെ മുറിയുടെ മുന്നിലേക്ക് അവൻ എത്ര ഫോഴ്സ് ചെയ്തിട്ട് പുറകിലേക്ക് പോയിട്ടും അവനെ ആരോ അതിശക്തമായിട്ട് ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ആ മുറിക്ക് മുന്നിലെത്തി. മുറിക്ക് മുന്നിൽ അടച്ചു വെച്ച ആ പലകയിൽ തങ്ങിയ റോണി റൂമിനുള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ആ റൂം മൊത്തത്തിൽ ഒരു മാറാലയൊക്കെ പിടിച്ച്, ചിലന്തി വല പിടിച്ച്, അതുപോലെ വളരെ വൃത്തിഹീനമായ രീതിയിലായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് ആ കീബോർഡിൻ്റെ ശബ്ദം അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്താണ് പുറം തിരിഞ്ഞുകൊണ്ട് ഒരു യുവാവ് ഓൺ ചെയ്യാത്ത കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അതിശക്തമായിട്ട് കീകൾ അമർത്തുന്നത് കണ്ടത്. അതുകൂടി കണ്ടതോടെ അവന് വല്ലാത്ത തരം ഭയം തോന്നി. പെട്ടെന്നാണ് ആ രൂപം അവനെ നേരെ നോക്കിയത്. അതും 360 ഡിഗ്രി റൊട്ടേഷനിൽ ആ രൂപത്തിൻ്റെ തല അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ രൂപത്തിൻ്റെ വായിലെ നാവ് അവന് നേരെ നീട്ടിക്കൊണ്ട് അത് പല്ലിളിച്ച് ചിരിക്കുന്നു. അതിനെ കണ്ടത് മുതൽ റോണിക്ക് വല്ലാത്ത ഭയം തോന്നി. ഉറക്കെ ഉറക്കെ നിലവിളിച്ചു. അബി അബി എന്ന് പറഞ്ഞിട്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. എന്നാൽ ഏതോ ഒരു ശക്തി അവനെ ബന്ധസ്ഥനാക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. പെട്ടെന്ന് അവിടെ കാറ്റും കോളും അടങ്ങിയ സമയത്ത് വീണ്ടും റോണി ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആ രൂപം ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവിടെ നിന്നും കെട്ടുപൊട്ടിച്ച ഒരു പട്ടം പോലെ റോണി ഓടിപ്പോവുകയായിരുന്നു അവൻ്റെ മുറിയിലേക്ക്. എന്നാൽ ആ മുറിയിലേക്ക് എത്തിയ സമയത്ത് അവൻ ഉടനെ തന്നെ വാതിലിൻ്റെ ഡോറ് ലോക്ക് ചെയ്യുകയും അവിടെ ബെഡിൽ വന്ന് ഇരിക്കുകയും ചെയ്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അവൻ ഒറ്റയിരുപ്പിന് കുടിച്ചു തീർത്തു. എന്നിട്ട് അടുത്ത് കിടന്ന അബിയെ അവൻ 2-3 തവണ ഉണർത്താനായി ശ്രമിച്ചു. എന്നാൽ അബി ഉണർന്നില്ല. അബി അവിടെ ഉറങ്ങിക്കിടക്ക് തന്നെയായിരുന്നു. പേടിച്ചു വിറച്ച് അബി ആ കട്ടിലിൽ അബിക്കരികെ ചേർന്ന് കിടന്നു. എന്നാൽ ആ സമയത്ത് അവൻ്റെ മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് 4-5 മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. അത് അബിയുടേതായിരുന്നു. എന്നാൽ അബി നല്ല ഉറക്കവുമായിരുന്നു. പക്ഷെ എന്നെ കാണാത്തത് കൊണ്ട് അബി വിളിച്ചതാവാം എന്ന് കരുതി റോണി പ്രത്യേകിച്ച് ആ ഒരു കോള് കാര്യമാക്കിയെടുത്തില്ല. കുറച്ച് സമയം കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് അനുഭവപ്പെട്ട അതേ ഒരു താപനില, ആ ഒരു തണുത്ത താപനില ആ മുറിയിൽ മൊത്തമായി പടർന്നു. അവന് തണുത്തിട്ട് വിറയ്ക്കാനായി തുടങ്ങി. അവൻ വിടുന്ന ശ്വാസം പോലും ഒരു പുകയായിട്ട് അവന് നേരെ വരുന്നത് പോലെ തോന്നി. അവൻ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവൻ്റെ മൊബൈൽ ഫോണിലെ സമയം പോലും റിവേഴ്സായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്ലോക്കിലെ സൂചിയും റിവേഴ്സിൽ സ്പീഡിൽ കറങ്ങാനായിട്ട് ആരംഭിച്ചു. എന്നാൽ അത് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ മൊബൈലിലേക്ക് വീണ്ടും അബിയുടെ കോള് വരുന്നത്. ഇതുകൂടി കണ്ടതോടെ അവനെ വല്ലാതെ പേടിച്ച് അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത ആ ഒരവസ്ഥയിൽ അബി വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കുന്നത് ആരാണ്, എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യാമെന്ന മട്ടിൽ അവൻ ആ കോള് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഫോൺ എടുത്ത അബിയോട് റോണി ഹലോ ഒന്ന് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ആ സമയത്ത് അബി റോണിയോട് പറഞ്ഞു, റോണി വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു, അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നിന്നെ താഴെയൊന്നും നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് വിളിച്ച് പറയാമെന്ന് കരുതിയത്. നീ ഏതായാലും തനിച്ചല്ലേ, എന്തായാലും സൂക്ഷിച്ച് കിടക്ക്, പുറത്തേക്കൊന്നും പോകണ്ട എന്നുകൂടി പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ആ സമയത്തും തനിക്കരികിൽ തൻ്റെ ബെഡിൽ തൊട്ട് ചാരി പുതച്ചു മൂടി ആരോ കിടക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാതെ റോണി പതുക്കെ എണീറ്റ് ആ രൂപത്തെ തന്നെ, അല്ലെങ്കിൽ ആ പുതച്ച് കിടക്കുന്ന അയാളെ തന്നെ നോക്കി കിടന്നു. എന്നാൽ പതുക്കെ പതുക്കെ ആ ശരീരത്തിൽ നിന്നും പുതപ്പ് താഴേക്ക് നീങ്ങാനായിട്ട് തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എമർജൻസി ലാമ്പ് എടുത്ത് ആ രൂപത്തിന് നേരെ അടിച്ചു നോക്കിയ സമയത്ത് അബി തന്നെയായിരുന്നു, അബിയുടെ രൂപം തന്നെയായിരുന്നു. എന്നാൽ അത് അബിയുടെ രൂപത്തിലേക്ക് ഏതോ ഒരു പൈശാചിക ശക്തി കയറിയതുപോലെ കണ്ണുകൾക്ക് പകരം അവിടെ ഒരു കുഴി, ശരീരമാസകലം ദ്രവിച്ച് പുഴുവരിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത തരം ഭീകര രൂപം. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാതെ ആ റോണി അവിടെ പകച്ചു നിൽക്കുന്ന സമയത്ത് വാതിൽ തുറക്കാൻ പോലും പറ്റാതെ അവൻ അവിടെ തന്നെ പേടിച്ച് നിലവിളിക്കാനായിട്ട് ആരംഭിച്ചു. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പലതരം മന്ത്രങ്ങളും അവൻ ചൊല്ലിപ്പറയുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും ആ ആത്മാവ് അവൻ്റെ റൂമിൽ നിന്നും പോവുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ആ ആത്മാവ് വീണ്ടും വിളിച്ചു പറയുകയായി, ഇന്ന് രാത്രി എനിക്ക് ഒരാളും കൂടി കൂട്ടുന്നുണ്ട്. അങ്ങനെ ആ ആത്മാവ് പറയുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും 3 തവണയായിട്ടാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴാണ് റോണിക്ക് തൻ്റെ അമ്മ
തന്ന ഒരു വെഞ്ചരിച്ച കുരിശ് ഓർമ്മ വരുന്നത്. ഉടനെ തന്നെ റോണി ഓടിച്ചെന്ന് അവൻ്റെ ബാഗിൽ നിന്നും ആ കുരിശെടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ആ കുരിശ് അവന് ലഭിച്ചതിന് ശേഷം പോലും ആ ആത്മാവ് അവിടെ നിന്നും പോയില്ല. എന്നാൽ ആ ആത്മാവ് റോണിക്ക് അരികിലേക്ക് എത്തുന്ന സമയത്ത് റോണിക്ക് ചുറ്റും ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു വലയം തീർത്തതുപോലെ ആ ആത്മാവിന് അവൻ്റെ അരികിലേക്ക് സ്പർശിക്കാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുവോളം അന്ന് റോണി ആ വെഞ്ചരിച്ച കുരിശ് കയ്യിൽ പിടിച്ചു നിന്നു. സൂര്യൻ്റെ ആദ്യ വെളിച്ചം അങ്ങോട്ടേക്ക് സ്പർശിച്ച സമയത്ത് ആ പ്രേതരൂപം അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അടുത്ത ദിവസം അവിടേക്ക് വന്ന മെസ്സിലെ ജീവനക്കാരനോട് അവൻ ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവൻ ഉടനെ തന്നെ ഹോസ്റ്റൽ വാർഡനെ അറിയിക്കുകയും ഹോസ്റ്റൽ വാർഡൻസൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് റോണിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ മുറി പൂട്ടിയിരുന്നില്ല, അത് സത്യത്തിൽ തുറന്നിരിക്കുക തന്നെയായിരുന്നു. പിന്നീടും ആ റൂം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടുകയും ചെയ്തു. ഇന്നും ആ ഹോസ്റ്റലിൽ അങ്ങനെ തന്നെ ഹോണ്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ഹോസ്റ്റലിലും ഇതുപോലെയുള്ള കഥകൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ നിങ്ങളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹോസ്റ്റലിലും ഇതുപോലെയുള്ള ഏതെങ്കിലും മുറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേത അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.